നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാരും ഉത്രട്ടാതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കേൾക്കണം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്കെല്ലാം പൊതുവായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു ഉത്രട്ടാതി നക്ഷത്രക്കാരുമായിട്ട് നമ്മളൊരു ബന്ധുത കൂടുകയോ അല്ലെങ്കിൽ വീട്ടിലൊരു ഉത്രട്ടാതി നക്ഷത്രക്കാരുണ്ടെങ്കിലോ അവരുടെ സ്വഭാവങ്ങളും സ്വഭാവ സവിശേഷതകളും അവരുടെ പോരായ്മകളും എല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് 2 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടമാണ്. അഹർബുദ്ധിനിയാണ് ഇവരുടെ ദേവത. ഈ നക്ഷത്രക്കാരെ നമുക്ക് പൊതുവായിട്ട് കാണുന്നത് സൗമ്യശീലരും സത്യസന്ധരും ഒക്കെ ആയിട്ടാണ്. ഏതു സാഹചര്യത്തിലും ഇണങ്ങിച്ചേർന്നതിന് പുറമെ ഏറ്റെടുത്ത കാര്യങ്ങൾ പരമാവധി കഴിവുപയോഗിച്ച് നിർവഹിക്കാനും ശ്രമിക്കുന്നവരാണ് ഇവര്. ശരീരവും വസ്ത്രധാരണത്തിലും ഒക്കെ ഇവര് പ്രത്യേകം ഒരു ശ്രദ്ധയുള്ളവരായിരിക്കും. മറ്റുള്ളവരൊക്കെ നടക്കുന്നൊന്നും കാണുന്നത് ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ ഇവരത് തുറന്നു പറയാറുമുണ്ട്. വീടും പരിസരവും ഒക്കെ ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ ഇവര് വളരെ കണിച്ചക്കാരായിട്ടാണ് കാണുന്നത്. നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു പക്ഷം ഇവര് വളരെ ഉയർന്ന ഒരു പദവിയിലൊക്കെ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളിലും ഇവര് താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജനിച്ച സ്ഥലം വിട്ട് താമസിക്കേണ്ടി വരുന്ന ഈ നക്ഷത്രക്കാര് വിദേശികളുമായി ഒക്കെ ബന്ധപ്പെട്ട ഏർപ്പാടുകളിലൊക്കെ വിജയിക്കുന്നത് സ്വാഭാവികമാണ്. സ്നേഹിതന്മാർക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ഇവര് ശത്രുക്കൾക്ക് പോലും മാപ്പ് കൊടുക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇവരെ ബാധിക്കുന്ന ചില രോഗങ്ങളെന്ന് പറഞ്ഞാല് വാതം, ഉദരരോഗം, ക്ഷയം, മലബന്ധം, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം, ചെവി രോഗം തുടങ്ങിയ അസുഖങ്ങൾ ഇവർ വേഗം വിധേയരാകും. പത്രപ്രവർത്തനം, പ്രസാധനം, അധ്യാപനം, സേവനം, രാഷ്ട്രീയം, ഏജൻസി ഏർപ്പാടുകൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഇവർ ചെയ്താൽ അതീവ വിജയകരമായിരിക്കും. സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൃഹഭരണത്തിലൊക്കെ നിപുണകളും അതിഥി സൽക്കാര താല്പര്യരും ഒക്കെ ആയിരിക്കും. ഭർത്താവിനോടും ഗുരുജനങ്ങളോടും ക്ഷമാപൂർവവും സന്തോഷത്തോടെയും പെരുമാറുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കലും അഹങ്കാരം പ്രദർശിപ്പിക്കാത്ത ഇവര് എല്ലാ കാര്യങ്ങളും നിഷ്കർഷയോടെ നിറവേറ്റും. ഈ നക്ഷത്രക്കാരികള് പൊതുവായിട്ട് എളുപ്പത്തിൽ സുമംഗലികളായിട്ട് തീരുന്നുണ്ട്. അഭിഷേകം, ഗ്രഹനിർമ്മാണം, ശാന്തികർമ്മങ്ങള്, ധർമ്മസ്ഥാപനമൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് ഈ ഉത്രട്ടാതി എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞ ഒരു ജീവിത രീതിയിലൂടെയാണ് ഇവര് പോകുന്നത്. അതായത് ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ദുഃഖം, അങ്ങനെയാണ് ഇവരുടെ ജീവിത രീതി പോകുന്നത്. ഒരു 40 വയസ്സിന് മേലെ ആയിരിക്കും ഇവരുടെ സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായി തേടി എത്തുന്നത്. ഇതൊക്കെയാണ് പൊതുവായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ. ഇവരുടെ ജനനസമയമായിട്ട് നോക്കുമ്പോൾ ഇത് അനുഭവത്തിൽ വരുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ്. ഇത്രയുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.